ഫെബ്രുവരി 1 ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ആകർഷകമായ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്നാണ് കാത്തിരിക്കുന്നത്. അതിനൊപ്പം ചില റെക്കോർഡുകളും കേന്ദ്ര ബജറ്റിൽ ഉണ്ടാകും. ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഫെബ്രുവരി 1 ഞായറാഴ്ചയാണ് കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുന്നത്. ആകർഷകമായ പ്രഖ്യാപനങ്ങൾക്കൊപ്പം അപൂർവമായ ചില റെക്കോർഡുകളും ഉണ്ടാകും. ഒരു കേന്ദ്ര ധനമന്ത്രി തുടർച്ചയായി അവതരിപ്പിക്കുന്ന 9ാമത്തെ ബജറ്റ് എന്നതാണ് ആദ്യത്തെ പ്രത്യേകത. ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു ധനമന്ത്രി ഇത്രയും ബജറ്റ് തുടർച്ചയായി അവതരിപ്പിക്കുന്നത് ഇതാദ്യം. അവതരിപ്പിക്കുന്ന ദിവസത്തിനും പ്രത്യേകതയുണ്ട്. ചരിത്രത്തിൽ ആദ്യമായാണ് ഞായറാഴ്ച കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുന്നത്. 1999 ബജറ്റ് ഞായറാഴ്ച അവതരിപ്പിച്ചിട്ടുണ്ടെന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നെങ്കിലും അത് തെറ്റായ റിപ്പോർട്ടാണെന്ന് ധനമന്ത്രാലയം തന്നെ വ്യക്തമാക്കി. 99 ധനമന്ത്രിയായിരുന്ന യശ്വന്ത് സിൻഹ ബജറ്റ് അവതരിപ്പിച്ചത് ഫെബ്രുവരി 27 ശനിയാഴ്ചയാണ്. 2017 മുതലാണ് ഫെബ്രുവരി 1 ബജറ്റ് അവതരണം തുടങ്ങിയത്. സാധാരണ ബജറ്റ് ദിവസങ്ങളിൽ പ്രഖ്യാപനങ്ങൾക്കൊപ്പം ഓഹരി വിപണിയും സജീവമാകാറുണ്ട്. ഇത്തവണ ഞായറാഴ്ച വിപണിക്ക് അവധിയാണ്. എന്നാൽ ബജറ്റിനൊപ്പം ഇത്തവണ വിപണി പ്രവർത്തിക്കും. 2020-25 വർഷങ്ങളിൽ ശനിയാഴ്ച ബജറ്റ് അവതരിപ്പിച്ചപ്പോഴും ഓഹരി വിപണി പ്രവർത്തിച്ചിരുന്നു. ബജറ്റ് തയ്യാറാക്കിയ സ്ഥലത്തിനും സവിശേഷതയുണ്ട്. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണത്തെ ബജറ്റ് തയ്യാറാക്കിയ കർത്തവ്യ ഭവൻ പുതിയ കെട്ടിടത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. പുതിയ സെൻട്രൽ വിസ്തയുടെ ഭാഗമായ കർത്തവ്യ ഭവനിൽ തയ്യാറാക്കുന്ന ആദ്യ ബജറ്റാണിത്. റെയ്സിന ഹിൽസിലെ ധനമന്ത്രാലയ ആസ്ഥാനത്തിന്റെ ഭാഗമായ നോർത്ത് ബ്ലോക്കിലായിരുന്നു ഇതുവരെ ബജറ്റ് തയ്യാറാക്കിയത്. നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.